നമസ്കാരം. മലയാളത്തിലെ നടന്മാരിൽ നയൻതാരയുമായി അടുത്ത സൗഹൃദമുള്ള നടൻ ദിലീപാണ്. മാത്രമല്ല, നടിയുടെ വിവാഹത്തിന് ദിലീപ് എത്തിയിരുന്നു. ബോഡി ഗാർഡ് എന്ന സിനിമയിലും ഇരുവരും നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ദിലീപ് നിർമ്മിച്ച 2020 എന്ന സിനിമയിൽ ഡാൻസ് നമ്പർ ചെയ്യാൻ നടി തയ്യാറായിരുന്നു. ലൈഫ് ഓഫ് ജോസുട്ടി എന്ന ദിലീപ് ചിത്രത്തിൽ അതിഥി വേഷത്തിലും നയൻതാര എത്തി. ദിലീപുമായുള്ള പ്രൊഫഷണൽ സൗഹൃദം കൊണ്ടാണ് നയൻതാര അതിഥി വേഷം ചെയ്തത്. എന്നാൽ നയൻതാരയും മഞ്ജു വാര്യരും തമ്മിലുള്ള സൗഹൃദം ചർച്ചയായതോടെ നയൻതാരയും ദിലീപും തമ്മിൽ ഇപ്പോൾ സൗഹൃദമില്ലേ എന്ന ചോദ്യവും ആരാധകർക്കുണ്ടായിരുന്നു. നിലവിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കരിയറിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് ദിലീപ്. പവി കെയർ ടേക്കറും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിലും പ്രിൻസ് ആൻഡ് ഫാമിലി എത്തിയതോടെ ദിലീപിന്റെ വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയത്. അതേസമയം തന്നെ നയൻതാരയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അന്നപൂർണയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. എന്തായാലും കരിയറിൽ നയൻതാരയ്ക്ക് അമിത നിബന്ധനകൾ എന്ന വിമർശനം അടുത്ത കാലത്തായി ശക്തമാണ്. മക്കൾ പിറന്ന ശേഷം നടി ഷൂട്ടിങ്ങിനെത്തുന്ന സമയത്തിൽ മാറ്റമുണ്ടെന്നും സെറ്റിൽ അധിക ചെലവുകളുണ്ടെന്നും ആരോപണമുണ്ട്. അടുത്ത കാലത്ത് നയൻതാരയുടെ മാർക്കറ്റിൽ ഇടിവ് വന്നിട്ടുണ്ട്. ഇതിന് കാരണം ഈ നിബന്ധനകളാണെന്നാണ് ഹേറ്റേഴ്സിന്റെ വാദം. എന്നാൽ അന്തരിച്ച സംവിധായകൻ സിദ്ദീഖിന് പ്രിയപ്പെട്ട നായികയായിരുന്നു നയൻതാര. ഇദ്ദേഹം സംവിധാനം ചെയ്ത ബോഡി ഗാർഡ്, ഭാസ്കർ ദ റാസ്കൽ എന്നീ സിനിമകളിൽ നായികയായത് നയൻതാരയാണ്. 2 സിനിമകളിലും നടി അഭിനയിക്കുന്നത് തമിഴിൽ ഏറ്റവും തിരക്കുള്ള നായിക നടിയായിരിക്കുമ്പോഴാണ്. ബോഡി ഗാർഡിൽ ദിലീപാണ് നായകനായത്. ഇവരെക്കുറിച്ച് ഒരിക്കൽ സിദ്ദീഖ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. നയൻ മറ്റ് ഭാഷകളിൽ വാങ്ങുന്ന പ്രതിഫലവുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത തുകയാണ് ബോഡി ഗാർഡിൽ വാങ്ങിയത്. ആ കഥാപാത്രം നയന് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും. ദിലീപും നയൻതാരയും വരാൻ കുറച്ച് ലേറ്റ് ആകുന്നത് കൊണ്ട് 7 മണിക്ക് വേറെ സീനുകൾ എടുത്തു. നയൻ കൃത്യം 9 മണിക്ക് വരും. 8:55 ആകുമ്പോഴേക്കും വിത്ത് മേക്കപ്പ് ലൊക്കേഷനിലെത്തും. നമ്മൾ സീൻ എടുത്താലും ഇല്ലെങ്കിലും നയൻ വന്നിരിക്കും. വളരെ പ്രൊഫഷണലാണ്. ഡയലോഗ് പഠിച്ച് ഒരു റിഹേഴ്സലും ഒരു ടേക്കും. കാരവാനിൽ പോലും പോയിരിക്കില്ല. നല്ല ഗ്യാപ്പുണ്ട് നയൻ. ലൈറ്റപ്പിന് സമയമെടുക്കും. കാരവാനിൽ പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞാലേ നയൻതാര ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നും പോകൂ. ഒരു ദിവസം നേരത്തെ ഷൂട്ടുള്ളതിനാൽ 7 മണിക്ക് നയൻതാര വന്നിരുന്നെന്നും സിദ്ദീഖ് പറഞ്ഞു. പക്ഷെ അന്ന് ദിലീപ് വരുമ്പോൾ 7 മണിയായി. അന്ന് ദിലീപിനെ നയൻതാര കളിയാക്കി വിളിച്ചത് സൽമാൻ ഖാൻ എന്നാണ്. കാരണം സൽമാൻ ഖാൻ എപ്പോഴും താമസിച്ചാണ് ഷൂട്ടിങ്ങിന് വരിക. രാവിലെ വ്യായാമം എല്ലാം കഴിഞ്ഞ് 12 മണിയാകാതെ സൽമാൻ സെറ്റിൽ വരില്ല. വന്നു കഴിഞ്ഞാൽ അയാളുടെ വർക്ക് തീർത്തിട്ടേ പോകൂ. അതുകൊണ്ടാണ് നയൻതാര ദിലീപിനെ സൽമാൻ ഖാൻ എന്ന് കളിയാക്കി വിളിച്ചത്. കാരണം ദിലീപ് 11 മണിയാകാതെ എത്തില്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കോട്ടയത്താണ്. ദിലീപ് എല്ലാ ദിവസവും എറണാകുളത്ത് പോയി വരും. രാത്രി എറണാകുളത്ത് പോയി വേറെ സിനിമകളുടെ ചർച്ചകൾ കഴിഞ്ഞ് വെളുപ്പിന് എപ്പോഴോ കിടന്നുറങ്ങിയിട്ടാണ് എഴുന്നേറ്റ് കുളിച്ച് കാറും വിളിച്ചു വരുന്നത്. വരുമ്പോൾ എങ്ങനെയായാലും 10-11 മണിയാകും. ദിലീപ് അങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് മുന്നോട്ട് പോയെന്നും സിദ്ദീഖ് അന്ന് പറഞ്ഞു. സഫാരി ചാനലിൽ സംസാരിക്കുകയായിരുന്നു സിദ്ദീഖ്. 2010 ബോഡി ഗാർഡ് റിലീസ് ചെയ്തത്. അന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടനാണ് ദിലീപ്. ഇന്ന് കരിയറിൽ പഴയ താരത്തിളക്കം ദിലീപിനില്ല. ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് ദിലീപ്. ഒടുവിൽ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ മികച്ച വിജയം നേടി. വരാനിരിക്കുന്ന സിനിമകളിൽ വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കും ദിലീപിനുമുണ്ട്. മറുവശത്ത് നയൻതാര വല്ലപ്പോഴും മലയാള സിനിമകൾ ചെയ്യാറുള്ളൂ. ഡിയർ സ്റ്റുഡൻസ് ആണ് നയൻതാരയുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ. 2010 പുറത്തിറങ്ങിയ സിദ്ദീഖ് ചിത്രമാണ് ബോഡി ഗാർഡ്. വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമ പിന്നീട് പല ഭാഷകളിലും റീമേക്ക് ചെയ്യുകയും ചെയ്തു. ദിലീപും നയൻതാരയുമായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സിനിമയിലേക്ക് നയൻതാര നായികയായി എത്തുന്നതിനെ പറ്റി സിദ്ദീഖ് പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മറ്റൊരു കാര്യം കൂടി സിദ്ദീഖ് ഈ സിനിമയെ കുറിച്ച് പറയുന്നുണ്ട്. നായികയായി ഷാമിലിയാണ് ആദ്യം പരിഗണിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നടിയുടെ പിതാവിനോട് കഥ പറയുകയും ചെയ്തു. എന്നാൽ തെലുങ്ക് പടത്തിന് തിരക്ക് കാരണം ഡേറ്റ് കിട്ടിയില്ല. പിന്നാലെയാണ് ഷാമിലിക്ക് പകരം നയൻതാരയെ ആലോചിച്ചതെന്ന് സിദ്ദീഖ് പറയുന്നു. ഈ സിനിമ ഞാൻ തന്നെ ചെയ്യും. ഷാമിലി പുതുമുഖമാണെങ്കിലും അതൊരു വാല്യൂ ഉള്ള പുതുമുഖമാണ്. അല്ലെങ്കിൽ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല ഹീറോയിനെ നോക്കണം. അപ്പോൾ എന്റെ അടുത്ത് ദിലീപ് ചോദിച്ചു, നയൻതാരയാണെങ്കിലോ എന്ന്. എന്റെ അമ്മയെ നയൻതാരയെ കിട്ടുമോ എന്ന് ചോദിച്ചു. നയൻതാര വലിയ സ്റ്റാർ ആണ്. ഫാസിൽ സാറിന്റെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നയൻതാരയെ എനിക്കറിയാം. അതിനുശേഷം നയൻതാര തമിഴിലെ സൂപ്പർ സ്റ്റാറായി. ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നു. ഇടയ്ക്കൊരു ഇറക്കം വന്നെങ്കിലും വീണ്ടും പഴയതിനേക്കാളും മുകളിലാണ് നയൻതാരയുടെ സ്ഥാനം. നയൻ അഭിനയിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. നയന് കഥ ഇഷ്ടപ്പെട്ടാൽ അഭിനയിക്കും. ഇക്കയോട് വലിയ റെസ്പെക്ട് ഉള്ള നടിയാണ്. നല്ല കഥാപാത്രമാണെങ്കിൽ ഒരു മടിയുമില്ലാതെ അഭിനയിക്കുമെന്ന് ദിലീപ് പറഞ്ഞു. അങ്ങനെ ഞാൻ നയൻതാരയെ വിളിച്ചു. മദ്രാസ് വരെ വരേണ്ട, കഥ ഫോണിൽ കൂടി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. നാളെ രാവിലെ വിളിക്കാം, എനിക്ക് കഥ പറഞ്ഞു തന്നാൽ മതിയെന്ന് നയൻ പറഞ്ഞു. ഫോണിൽ കൂടി 1 മണിക്കൂർ കൊണ്ട് കഥയുടെ ആകെ തുക പറയുന്നു. കഥ പറഞ്ഞു ഉടനെ നയൻ പറഞ്ഞു, ഈ സിനിമ ഞാൻ തന്നെ ചെയ്യും. ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന്. നയന്റെ ഡേറ്റ് പറഞ്ഞു. അത് വെച്ചിട്ട് ഞാൻ ദിലീപിനോട് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പ്രതിഫലത്തിന്റെ കാര്യത്തിലോ സ്റ്റാഫിന്റെ കാര്യത്തിലോ ടെൻഷൻ ആവേണ്ട, നയനാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് വലിയ ടെൻഷനായി. നയൻതാരയ്ക്ക് ഇത്ര വലിയ പൈസ കൊടുക്കാനുണ്ടാകുമോ എന്ന് നയനോട് നമ്മൾ സംസാരിച്ചു. എന്റെ പ്രതിഫലത്തിന്റെ കാര്യത്തിലോ സ്റ്റാഫിന്റെ കാര്യത്തിലോ സിദ്ദീഖ ടെൻഷൻ ആവേണ്ട, അവർക്ക് എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. നയൻ അവിടെ വാങ്ങിക്കുന്നതുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത പ്രതിഫലത്തിലാണ് നയൻ ആ സിനിമയിൽ അഭിനയിച്ചത്. ആ കഥാപാത്രം നയൻസിന് അത്ര ഇഷ്ടപ്പെട്ടു. നയൻ കൃത്യം 9 മണിക്ക് വരും. രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും. ഇവർ രണ്ടുപേരും വരാൻ കുറച്ച് ലേറ്റ് ആവുന്നത് കൊണ്ട് 7 മണിക്ക് വേറെ സീനുകൾ എടുക്കുമെന്നാണ് സിദ്ദീഖ് പറഞ്ഞത്.
നയനോട് ഒരിക്കൽ തമാശയ്ക്ക് ചോദിച്ചു പേര് സെവൻ താര എന്നാക്കാൻ പറ്റുമോ എന്ന്. അതെന്താ ഇക്ക അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. നാളെ 7 മണിക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. നയൻതാര ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഞാൻ വന്നോളാം, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരും, അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 7 മണിക്ക് നയൻതാര വന്നു, പക്ഷെ ദിലീപ് വന്നില്ല. ദിലീപ് വരുമ്പോൾ 11 മണി ആവുകയായിരുന്നു. അതോടെയാണ് ദിലീപിനെ സൽമാൻ ഖാൻ എന്ന് നയൻതാര വിളിച്ചത്. അതേസമയം നയൻതാരയുടെ വിവാഹവും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ദിലീപിന്റെ സാന്നിധ്യം കാരണം നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹം വൻ വിവാദത്തിന് കാരണമായിരുന്നു ഒരു സമയത്ത്. കാരണം ഇതായിരുന്നു. കോളിവുഡിലെ ഏറ്റവും ജനപ്രിയ ദമ്പതികളാണ് വിഘ്നേഷ് ശിവനും നയൻതാരയും. 2022 ജൂണിൽ ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചപ്പോൾ ചെന്നൈയിൽ നടന്ന ഖാല പരിപാടിയിൽ സിനിമാ മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തിരുന്നു. ഷാരൂഖ് ഖാൻ മുതൽ രജനീകാന്ത് വരെ നിരവധി ലിസ്റ്റ് താരങ്ങൾ അവരുടെ പ്രത്യേക ദിവസത്തിന്റെ ഭാഗമായിരുന്നു. എന്നിരുന്നാലും ഒരു നടന്റെ സാന്നിധ്യത്തിന് സിനിമാ പ്രേമികളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. വിവാഹത്തിൽ പങ്കെടുത്തവരിൽ ഒരാളായ നടൻ ദിലീപിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് പിന്നിലെ കാരണവും വലുതാണ്. ദിലീപിന്റെ സാന്നിധ്യത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ പ്രതിയായതിനാൽ നയൻതാരയുടെ വിവാഹത്തിൽ ദിലീപ് പങ്കെടുത്തുന്ന സിനിമാ പ്രേമികളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഒരു ആരാധകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ദിലീപ് നിരപരാധിയാണ്, വിവാഹത്തിൽ പങ്കെടുക്കട്ടെ, എന്താണ് വലിയ കാര്യം? നയൻതാരയും ദിലീപും നല്ല സുഹൃത്തുക്കളാണ്, അതുകൊണ്ടാണ് അദ്ദേഹം വിവാഹത്തിൽ പങ്കെടുത്തതെന്നാണ് ഒരു ആരാധകൻ കുറിച്ചത്. മറ്റൊരു ആരാധകൻ ചോദിച്ചത് ഇങ്ങനെയാണ്: നയൻതാരയ്ക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം അറിയാമായിരുന്നില്ലേ എന്നാണ്. ദിലീപും നയൻതാരയും സുഹൃത്തുക്കളായിരുന്നുവെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്.